ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പച്ചപ്പപ്പായ കൊണ്ട് 4 രുചികളിൽ 4 തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള വിഭവങ്ങളാണ് കേട്ടോ. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് ഒരു പപ്പായ തന്നെയാണ്. ഇനി ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം 3 തരത്തിൽ മുറിച്ചിട്ടെടുക്കാം. കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതും പിന്നെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതും പിന്നെ ക്യൂബ് പോലെ മുറിച്ചെടുത്തതുമാണ്. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനിതാ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പപ്പായ കഷ്ണങ്ങൾ വെച്ചിട്ട് പപ്പായ ഫ്രൈസ് ആണ് കേട്ടോ തയ്യാറാക്കണത്. ഇത് ഏകദേശം 1 കപ്പ് അളവാണുള്ളത്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാനിൽ വെള്ളമൊഴിച്ച് കൊടുത്ത ശേഷം ഈ വെള്ളമൊക്കെ ചൂടായി വരണ സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനിതായി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ പപ്പായ കഷ്ണങ്ങളാണ്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. 3 മിനിറ്റൊക്കെ ആകുമ്പം തന്നെ ഈ പപ്പായയൊക്കെ വെള്ളത്തിൽ നിന്ന് കോരിമാറ്റാം. ഈ പപ്പായ വെള്ളത്തിലിട്ട് ഇതിൻ്റെ ഗുണമൊക്കെ കളഞ്ഞു എന്ന് പറയരുത് കേട്ടോ. ഇതുപോലെ വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഫ്രൈസ് തയ്യാറാക്കിയാൽ മാത്രമാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിതായി പപ്പായയുടെ ചൂടൊക്കെ ഒന്ന് പോവട്ടെ. ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു പപ്പായ പീസസിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു പൊടി ആവണ പോലെ മിക്സാക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. 2 സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത്രേ ഉള്ളൂ പപ്പായ ഫ്രൈസ്. ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇത് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തന്നെ നല്ല കോമ്പിനേഷനാണ്. ഇതുവരെ പപ്പായ കൊണ്ട് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ പപ്പായ വെച്ചിട്ട് ചമ്മന്തിയാണ് തയ്യാറാക്കണത്. അതിനായിട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള പപ്പായാണ് എടുത്തിട്ടുള്ളത്. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇതായി ചമ്മന്തിയിലേക്കുള്ള ചെറിയൊരു കൂട്ട് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും പിന്നെ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പപ്പായയും കൂടെ ചേർക്കാവേ. ഇനി പപ്പായയുടെ കളറൊക്കെ ഒന്ന് മാറി വരണ വരെ നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതായി പപ്പായയുടെ കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയി കഴിഞ്ഞാൽ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും ഇതുപോലത്തെ ചെറിയൊരു കഷ്ണം പുളിയും നമ്മുടെ പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടിയും പിന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചമ്മന്തി അരച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ പപ്പായ ചട്നി. ഇത് ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നമ്മളിത് പപ്പായൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയേയില്ല. പപ്പായയുടെ യാതൊരു ടേസ്റ്റും ഈ ഒരു ചമ്മന്തിക്ക് ഉണ്ടാവില്ല. കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. ഇതുവരെ ഈ രീതിയിൽ ചമ്മന്തി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇനിതാ നമ്മുടെ 3ാമത്തെ പപ്പായ കൊണ്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ ഏതായാലും കുഴപ്പമില്ല. ഇനിതായി അരിപ്പൊടിയിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള പപ്പായയും 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1/2 ടീസ്പൂൺ ഇഞ്ചിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനിതായി കൂട്ടിലേക്ക് 1/2 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെയൊന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ലോണം കുഴഞ്ഞ് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കണ പാകത്തിലുള്ള മാവായിട്ടാണ് കിട്ടുക.
ദാ ഇതുപോലെ. ഇനി ഇതിൽ നിന്നും നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ടുള്ള ഉരുളകളാക്കിയിട്ടെടുക്കാം. ഇനി ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാനായിട്ട് ഒരു വാഴയില എടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിൽ കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുത്ത ശേഷം നമ്മുടെ ഈ ഒരു ഉരുള ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ വാഴയിലൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തും ഇതുപോലെ തന്നെ പരത്തി കൊടുത്താൽ മതിയേ. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ദോശത്തവയിൽ കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി തവ നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ നമുക്കിതായി വാഴയില എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ എടുത്തു മാറ്റാനായിട്ട് പറ്റും കേട്ടോ. ഇനിതാ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും നന്നായി തന്നെ വേവിച്ചിട്ടെടുക്കാം. ഇതാ ഇത്രേ ഉള്ളൂ അരിപ്പൊടിയും പപ്പായയും ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റുവേ. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുക, അതുപോലെ കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. ഇതിൽ പപ്പായൊക്കെ ചേർത്തു എന്ന് മനസ്സിലാവേ ഇല്ല. ഇതുവരെ പപ്പായൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇതാ നമ്മൾ അടുത്തതായിട്ട് പപ്പായ വെച്ചിട്ട് തയ്യാറാക്കണത് ഒരടിപൊളി ജ്യൂസാണ്. ഇതിനായിട്ട് നമ്മൾ ആദ്യമേ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പപ്പായ ഇല്ലേ, അതാണ് കേട്ടോ എടുക്കണത്. ഇത് 1 കപ്പ് അളവാണുള്ളത്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതായി പപ്പായൊക്കെ വേവിച്ച വെള്ളമില്ലേ, ഇത് കളയണ്ട, ഇതും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുവേ. ഇതായി പപ്പായയുടെ ചൂടേക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വേവിച്ചെടുത്ത വെള്ളത്തോട് കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ 1 കപ്പ് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയാക്കി എടുത്തിട്ടുള്ള പാലും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ഈ പപ്പായൊക്കെ വേവിച്ചെടുക്കുന്നത് പഞ്ചസാര ചേർത്തിട്ടല്ലേ, അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കണ കൊണ്ട് തന്നെ ഇതിന് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് പഞ്ചസാര ചേർക്കണേ. ഈ ജ്യൂസ് കുടിക്കാനായിട്ടും നല്ല രുചിയാണ്. പപ്പായയുടെ ആ ഒരു ഫ്ലേവറൊന്നും ഈ ജ്യൂസിൽ അറിയേയില്ല. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉള്ള പച്ച പപ്പായ വെച്ചിട്ട് ഇതുപോലെ റൊട്ടിയും ചമ്മന്തിയും ഫ്രൈസും ജ്യൂസും ഒക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. പച്ചപ്പപ്പായ കഴിക്കണത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണല്ലോ. നമ്മളൊക്കെ കൂടുതലായിട്ടും പപ്പായ വെച്ചിട്ട് തോരനൊക്കെയല്ലേ തയ്യാറാക്കുക. നീ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ രീതിയിൽ കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇങ്ങനെ തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്